ഓ അത് കണ്ട് ഇങ്ങനെ എനിക്ക് അല്ല അതിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലേ ഇത് നെടുവങ്ങാട്. കാരണം ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമുണ്ട്. ചെറിയൊരു പാത്രമില്ല, അത് വേണമെങ്കിൽ അത് വെക്കാം. ഇത് പറ്റൂലേ? ഇത് തക്കാളി ഒരു വെക്കാണ്ടോ, ഇതൊന്നും മാറ്റാം. ഇത് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് പറ്റില്ല. ഇത് നമുക്ക് ഇതിന് വെക്കുന്നെങ്കിൽ ഈ നെറ്റ് ഈ 4 സ്ലോട്ടിലായാലും 2 എണ്ണത്തിൽ ഇട്ടാൽ മതി. കോമൺ ആയിട്ട് ആ എൻഡിലും ഈ എൻഡിലാണ് ഇടുന്നത്. അപ്പൊ നമുക്ക് വലിയ മേശയുടെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ സെൻട്രലുള്ള സ്ലോട്ടിൽ ഇടണം. ഇങ്ങനെ എത്ര ഉറപ്പുണ്ടെങ്കിലും നമ്മൾ ഇടത്തുള്ളൂ. കാര്യം സെൻട്രലാകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ ചെയ്താൽ പാടാം. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ വയ്ക്കും. അത് ഒന്നെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫുഡിൽ പീസ് എന്തെങ്കിലും ഈ ബോർഡ് പോലെ ചെയ്തിട്ടൊക്കെ വയ്ക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. വേറെ എന്താണ് ഉദ്ദേശം? അത് നടക്കൂല, അതൊന്നും പറ്റും. അവിടെ ഇനിയിപ്പോ വെച്ചിരിക്കുന്നത് ഈ മെഷീനാണെങ്കിൽ വെച്ച് നോക്കാം. സെന്ററിൽ ക്ലാമ്പ് ഇട്ടേ സെന്ററിൽ വരുന്ന സെന്ററിൽ നിൽക്കും. പക്ഷെ 2 സൈഡില് ഒന്നും വരത്തില്ല. അങ്ങനെ വെച്ച് നോക്കട്ടെ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പല മോഡലും നോക്കാം, എങ്ങനെയാണ് പറ്റുന്നത് ആ രീതിയിൽ. പിടിക്കുന്നു സൈഡിലെ ഇത് ഒരു മറ്റേത്. പക്ഷെ ഇത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതായത് നമുക്ക് പിന്നെ സെന്ററിൽ മാത്രമാണ് ഇത് വരുന്നത്. 2 സൈഡിലും കൂടെ സാധാരണ 2 കോർണറിൽ ഈ മൂലയാണ് ലഘുവായിട്ട് വെക്കുന്നത്. എല്ലാം കണക്ക് തന്നെയാണ്. കുറച്ചുകൂടെ ബാലൻസ് ഉള്ള പോലെ നമുക്ക് തോന്നും. ഇതിന് ബാലൻസ് ഇല്ലെന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് കുട്ടികളോ പെറ്റ്സോ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ വെച്ച് ഇല്ല. ഇപ്പൊ നമുക്ക് ഇത് തന്നെ വെക്കാം. ഇതിൽ പിന്നെ നമുക്ക് വേറെ എന്ത് കണക്ഷനാണുള്ളത്? പിന്നെ CCTV ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല. കൊച്ചു കുഞ്ഞൊക്കെ ഇത് മതി, തട്ടാതെ നോക്കിയാൽ മതി. ഇതിപ്പോ അങ്ങനെ സപ്പോർട്ടൊന്നും ചെറിയൊരു കെട്ടിട്ടാണോ? അതാണെങ്കിൽ ബാക്കിൽ 2 സ്ക്രൂ തരാം. നിങ്ങളുടെ ധൈര്യത്തിൽ ചെറിയ റോഡൊക്കെ പറയിലോടൊക്കെ ചെറിയൊരു സപ്പോർട്ടിങ്. ഫുള്ള് ഇങ്ങനെ താങ്ങി നിൽക്കുന്ന അതില്ല. നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക്
ഈ സിസ്റ്റത്തിൽ കിടക്കുന്ന 32 ഇഞ്ച് ടി വി മൊത്തം എത്ര? ഇത് 65. അല്ലല്ല, എനിക്ക് കോൾ വന്നിട്ട് ഒരു രജിസ്റ്റർ ചെയ്തതിലൊന്നും ഇത് വന്നു. ഇത് എത്രയാണ്? 65. തിയേറ്ററിലൊക്കെ കഴിയുവാ. അത് 100ഒക്കെയാണ്. അത് 70 100ഒന്നുമല്ല, അത് 120. 70 വലുതാണ്. തിയേറ്ററിൽ വരുന്നത് അത് വേറെ, അത് ഇതല്ല, അത് ഇങ്ങനത്തെ ഇതല്ല, അത് പ്രത്യേകം ചെയ്തെടുക്കുന്നതാണ്. നീക്കാവുന്നത് പുറകിലോട്ട്. കുടിക്കണം. ടി വിയിലൂടെ കൈ വെച്ചോണ്ട് ഇതല്ലേ ക്യാമറ? അതിങ്ങനെ ഇങ്ങനെ കറക്കിയെടുത്ത ചാനൽ സെറ്റ് ടോപ്പ് ബോക്സ് ഇതല്ലേ ഉള്ളൂ. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഇതിൽ നമുക്കിത് പഴയ AV ആണ്, കളർ കോഡ് വരുന്നതാണ്. ഇപ്പൊ ഇറങ്ങുന്ന ടിവിക്കൊക്കെ HD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ കേബിൾ ഇത് മാത്രമേ അതിൽ സപ്പോർട്ട് ആവുള്ളൂ. അത് ബോക്സ് ചേഞ്ച് ചെയ്യണം. ഇതിൽ കൊടുക്കട്ടല്ലോ. ഇത് കേബിൾ സെറ്റപ്പ് ബോക്സ് അത് പ്രത്യേകം മാറ്റണം. അത് മാറ്റണം. അതാണ് പ്രാധാന്യം. അതല്ല ഇപ്പോഴത്തെ അതൊക്കെ മാറ്റണം. ഇപ്പൊ ചാനൽ അവരോട് പറയണം, കേബിളുകാരോട് പറയണം. ഇപ്പൊ ചാനൽ കിട്ടൂല. ഇപ്പൊ കിട്ടില്ല. അല്ല ഇപ്പൊ ഇത് കിട്ടുമല്ലോ. ഇതല്ല കിട്ടും. വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഉണ്ടോ? ഇല്ല, മൊബൈലിൽ കൂടെ ഉള്ള ചാനൽ കിട്ടൂല. ഇല്ല ഏട്ടാ, നമുക്ക് എനിക്ക് മാറ്റാൻ പറയണ്ട. അല്ല, അത് വേണം. അത് മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ കിട്ടൂ. അത് പറഞ്ഞാൽ മറ്റേത് ഇതേപോലെ ആക്കാൻ പറയണം. HD ആക്കണം. ബോക്സ് HD ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാൽ മതിയല്ലോ. നിങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു ചെറിയ ഉള്ളിൽ പിന്നീട് കെട്ടിയാൽ ചെയ്യത്തില്ല. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ നീക്കണ്ടേ? മതിയോ? ഇത് സാധാരണഗതിയിൽ 1+1 ആണ്. അതായത് 1 ഇയർ ഫുൾ വാറന്റി, 1 ഇയർ കൂടി പാനൽ വാറന്റി അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ അഡീഷണൽ എടുത്തിട്ടുണ്ടോ? 5 വർഷം കിട്ടും. എടുത്തിട്ടുണ്ട്. ഉണ്ട്. അഡീഷണൽ പൈസ അടച്ചെടുക്കും. ഉണ്ട്. ശരി, നല്ലതാണ്. അല്ല, അതിന് അഡീഷണൽ പൈസ അടച്ച് കുറച്ചുകൂടെ നീട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ്. 5 വർഷം കിട്ടും. മാറ്റിത്തരും. ഇത് കമ്പനിൻ്റെ വരില്ല, സാംസങ്ങിൻ്റെ വരില്ല. എൻ്റെ ഫോൺ തന്നെ സാംസങ് അല്ലേ. 5 വർഷം കഴിഞ്ഞ നമ്മുടെ ഇത് ബില്ലൂടെ വന്നിട്ട് തരണേ. ഓൺ ചെയ്തല്ലോ കാണിച്ചായിരുന്നോ? കാണിച്ചു. അത് കാണിച്ചു. അവിടെ വെച്ച് ഈ TV ഓൺ ചെയ്തല്ലോ കാണിച്ചു. കാണിച്ചു. അതൊന്ന് വാങ്ങിക്കണം, ഇച്ചിരി നമ്മൾ നീങ്ങിക്കണം, നേരെ ഇടപഴക്കാൻ പറ്റും. പിന്നെ ഇതിന് പ്രത്യേകം ഇത് കിട്ടിയാ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന 97 94 38 91 51. എന്താ നമ്പർ ഓർത്ത്?
ഫോണൊന്നും വേണം നമുക്കൊന്ന് വേണം. ചെയ്യാൻ വേണ്ടി. അവര് മറ്റേ ഇതിലാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഏതിലാണ്? ഈ അത് ഇപ്പം നിങ്ങൾ മുമ്പ് യൂസ് ചെയ്തിരുന്നത് നമ്മുടെ കളർ കോഡ് വരുന്ന ചുവപ്പ് മഞ്ഞ വെള്ള അങ്ങനെ കളർ കോഡ് വരുന്ന സെറ്റ് ഓഫ് ബോക്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇപ്പൊ ഇറങ്ങുന്ന ടിവിക്ക് അങ്ങനത്തെ പോർട്ട് ഇല്ല. അത് പറഞ്ഞാൽ അവർ മാറ്റി തരും. അതിൽ കിട്ടുക വേണമെന്ന് പറഞ്ഞു. അത് കിട്ടില്ല, മൊബൈലുള്ളപ്പോൾ മാത്രമേ കിട്ടൂ. ഇല്ലാത്തപ്പോൾ കിട്ടൂല. പൈസ അടയ്ക്കുന്നതല്ലേ. അപ്പം ബോക്സ് മാറേണ്ടത് ഏകദേശം 10,500 ആവും ബോക്സ് മാറ്റിയെടുക്കുന്നത്. പുതിയ ബോക്സ് എടുക്കണം, ഈ ബോക്സിൽ പറ്റത്തില്ല. ക്യാമറയുടെ ഓപ്ഷൻ ഈ പി സി എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങളുടെ ക്യാമറയുടെ ഓപ്ഷൻ. സ്മാർട്ട് ടി വി യൂസ് ചെയ്ത് പരിചയമുള്ളതാണോ? ഉണ്ട്. ഇല്ലില്ല, അങ്ങനെ പീസ് ഇല്ല. ഇതാണ് നമ്മുടെ ഈ ടിവിയുടെ ഹോം പേജ്. നിലവിൽ നമുക്ക് ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നിലവിൽ ഇതിനകത്ത് ലഭ്യമായിട്ടുള്ളത്. ഇത് ചെയ്യാൻ പറ്റുമോ? ഏതാണ്? വേറെ മറ്റേ പ്ലേ സ്റ്റോർ ഉണ്ടോ അവിടെ? പ്ലേ സ്റ്റോർ ആയിട്ടില്ല, ഇതിലുള്ളത് മാത്രമേ ഉള്ളൂ. ഫോർ യു ലൈവ് ആപ്സ് ഈ സെക്ഷൻ ഉണ്ടല്ലോ, ആപ്സ്. ഈ സെക്ഷനിൽ പോകുമ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പുതിയത് എടുക്കാവൂല അല്ല, ഇതിനകത്ത് വരും, സജസ്റ്റ് ചെയ്ത് വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സെർച്ചിന്റെ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഉണ്ടോ, സെർച്ചിൽ പോയി സെർച്ച് ചെയ്യും. പിന്നെ സാംസങ്ങിന് ആൻഡ്രോയിഡ് അല്ല, ടൈസൺ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വേൾഡ് വൈഡ് ആപ്ലിക്കേഷൻസ് എല്ലാം സപ്പോർട്ട് ആവും. ഏതെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ ആദ്യം സാംസങ് ടി വി പ്ലസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. അതായത് സാംസങ്ങിന്റെ യൂസേഴ്സിന് വേണ്ടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അതിൽ നമുക്ക് കുറച്ച് ചാനൽസ് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പേയ്മെന്റ് സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ചാനൽസ് കിട്ടും. പിന്നെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, ഹോട്ട്സ്റ്റാർ ഇതൊക്കെ അറിയാലോ, പെയ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് വേണം. നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രോപ്പർ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ യൂട്യൂബ് ഒക്കെ ഒന്ന് ജസ്റ്റ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഒരു പി സി എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങളുടെ ഇവിടുത്തെ ക്യാമറയുടെ ഓപ്ഷൻ. അപ്പോൾ ഇതിലിപ്പോൾ HD ON എന്ന് പറഞ്ഞ പോർട്ടിലാണ് ഇപ്പോൾ ക്യാമറ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ പുതിയ സെറ്റ് ഓഫ് ബോക്സ് എടുക്കുമ്പോൾ അവർ വന്ന് എന്ത് ചെയ്യും, കണക്ഷൻ എടുത്ത് ഇതിന്റെ ബാക്കിലത്തെ പോർട്ടലിൽ കണക്ഷൻ കൊടുക്കും. കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ആപ്പുകളുടെ കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യും, ആഡായി വരും. HD 1 HD 2 അല്ലെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന കേരള ഓപ്ഷൻ, ഏഷ്യാനെറ്റ്, ജീവൻ ഏതാണെന്ന് വെച്ചാൽ ആ പേരൂടെ വരും. ഓക്കെ, ഇതിപ്പോൾ ഹോമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴെയായിട്ട് കണക്റ്റഡ് ഡിവൈസസ്. കണക്റ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിവിയുടെ ബാക്കിലത്തെ പോർട്ടിൽ നമ്മൾ എന്തെല്ലാം കണക്ട് ചെയ്യുന്നു അതെല്ലാം ഈ കണക്റ്റഡ് ഡിവൈസിൽ വരും. നമ്മൾ സൗണ്ട് ബാർ കണക്ട് ചെയ്താലോ, USB കണക്ട് ചെയ്താലോ, സെറ്റ് ഓഫ് ബോക്സ് എന്ത് കണക്ട് ചെയ്താലും അത് കണക്ട് ഹോം പേജിൽ വന്നില്ല എങ്കിലും എവിടെ കണക്റ്റഡ് ഡിവൈസിൽ വരും. ഹോമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുക, താഴെയായിട്ട് കണ്ടോ കണക്റ്റഡ് ഡിവൈസ്, അതിന് താഴെയായിട്ട് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിക്ചർ മോഡ്, സൗണ്ട് മോഡ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം. ബ്രൈറ്റ്നസ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. നോർമലി ഇടുന്നത് ഇട്ടേക്കാൻ വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇട്ടിരുന്നാൽ മതി. പിന്നെ ബ്ലൂടൂത്തിന് എന്തെങ്കിലും ഡിവൈസസ് വേറെ ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് വരുന്നത് വൈഫൈ. ഇപ്പം നിങ്ങളുടെ നോർമൽ ഫോണോട് കണക്ട് ആണ്. അതിപ്പോൾ നമ്മൾ സാധാരണ ഫോൺ വൈഫൈ കണക്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ്. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക, വേറെ ഫോൺ ഞാനെങ്കിലും ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വൈഫൈ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വൈഫൈ ലിസ്റ്റ്. മൗസ് വർക്ക് ആവൂലല്ലേ? മൗസ് മറ്റേ CCTVയുടെ മൗസ് സാധ്യത അല്ല, അതായിട്ട് കണക്റ്റിംഗ് ആണ്, മറ്റേതായിട്ട് കണക്റ്റിംഗ് ആണ്. ഏതാണ് അത് വേണ്ട, അത് നോക്കാം എങ്ങനെ എടുത്ത്. അത് കണക്ട് ആയതുകൊണ്ട് ഇത് കണക്ട് ആവും.
ഓക്കെ അല്ലേ? ഓക്കെ, നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും പറഞ്ഞ മനസ്സിലായല്ലോ. നോർമലി ജസ്റ്റ് ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ അടുത്ത് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട് പിന്നെ വാങ്ങിക്കാൻ കിട്ടൂലേ? യൂട്യൂബിൽ വേണമെങ്കിൽ അക്കൗണ്ട് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നും വരാത്ത നമ്മളൊന്നും സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. സെർച്ചിൻ്റെ ഓപ്ഷനിൽ പോയാൽ അറിയാം. ഇതിൽ പിന്നെ മാത്രമല്ല നമുക്ക് ഇതറിയാലോ, നാവിഗേഷൻ യൂസ് ചെയ്താൽ മതി. ഇതിങ്ങനെ വരും, മറ്റേത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് മറ്റേ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരം കീപാഡ് വരില്ല. ഈ ഫെസ്റ്റീവ് സീസണിൽ കൂടുതൽ ഡയമണ്ട് സ്വന്തമാക്കാം കുറഞ്ഞ വിലയ്ക്ക്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ദ മൈ ഡയമണ്ട് ഫെസ്റ്റിവൽ. എല്ലാ ഡയമണ്ട് ആഭരണങ്ങൾക്കും ഡയമണ്ടിന്റെ മൂല്യത്തിൽ 30% വരെ കിഴിവ്. വേഗമാകട്ടെ, ദ മൈ ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ 20 മുതൽ ജനുവരി 26 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മാത്രം. മകനെ, ലൈറ്റ് ഓൺ ചെയ്യൂ. ദയവായി ദയവായി വരൂ. നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാം ഇന്ത്യയിലെ അതിഥികൾ എങ്ങനെയാണ് ദൈവങ്ങളെ പോലെ ആകുന്നതെന്ന്. ഈ മൂല്യങ്ങൾ മറക്കുന്നില്ല, വൈറലാകുന്നതേ ഉള്ളൂ. ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ്. വരൂ, ഇന്ത്യയെ സ്വാതന്ത്ര്യം. നിന്നെ കണ്ടപ്പോൾ ഓക്കെ അല്ലേ? അതിലൂടെ ഇത്രയാണ് വരുന്നത്. ജസ്റ്റ് വേറെ ഒന്നും അറിയാലോ. ബട്ടൺ, ഇത് നാവിഗേഷൻ, സ്റ്റോപ്പ്, ബട്ടൺ, റൈറ്റ്, ലെഫ്റ്റ്, സെൻട്രൽ ലോക്ക്, ഇത് എക്സിറ്റ് ബാക്ക് ബട്ടൺ, ഇത് പൗസും പ്ലേയും. യൂട്യൂബിൽ വീഡിയോ പൗസും പ്ലേയും. ഇത് ഹോമിന്റെ ബട്ടൺ. നമ്മൾ എന്ത് കണ്ടാലും സഡൻലി ഹോമിലേക്ക് വരാനായിട്ട് ഹോമിന്റെ ബട്ടൺ. ഇതാണ് ഇതിന്റെ വോളിയത്തിന്റെ ബട്ടൺ. അറിയാലോ, അപ്പ് ഡൗൺ ആണ്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടാ. മുകളിലേക്ക് പുഷ് ചെയ്താൽ വോളിയം കൂടും, താഴെ പുഷ് ചെയ്താൽ വോളിയം കുറയും. ഇത് ചാനൽസ് മാറ്റാനുള്ളത്. സാംസങ് TV+ ആപ്പിന്റെ ചാനൽസ് മാറ്റാനുള്ളത്. ഇത് ആപ്ലിക്കേഷൻസ് ഓരോന്നായിട്ട് ഷോർട്ട് കട്ടായിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, നോർമലി ഇത്രയാണ് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് വഴി എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് വൈഫൈ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വിളിക്കും. സിനിമ എന്നായിരുന്നു മറ്റേതല്ലേ? इमाम साहब को बोल देते हैं, इमाम योर टीम प्लेड वेरी वेल, यू हैज won and congratulations. तो ये बेचारे घबराए हुए नॉट माय फॉल्ट एक्चुअली. ഫോണിലേക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടോ? ഫോണിലേക്ക് മെസ്സേജ് വന്നാ നമസ്കാരം. ഇപ്പോൾ സംഭവിക്കുന്നതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾ നിയമസഭയെ ചൂടുപിടിപ്പിക്കുന്നതാണ് ഈ സമയം വരെ നമ്മൾ കണ്ടത്. അങ്ങനെ ചേർന്ന 1 മണിക്കൂറിനകം തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് SITക്ക് സമ്മർദ്ദം. ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ്. അടിയന്തര പ്രമേയം ഒഴിവാക്കിയുള്ള പ്രതിഷേധം
ന്യൂസ് കിട്ടാൻ ന്യൂസ് കിട്ടാൻ അമ്മയ്ക്ക്